الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ-ഉർജൂസത്തുൽ മിഇയ്യയിൽ ഖന്ദഖ് യുദ്ധത്തിന്റെ, അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം വരെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും 10,000 വരുന്ന പല ഗോത്രങ്ങളിൽ നിന്നുള്ള ശത്രുക്കളെ നേരിടാൻ, അവരുടെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെയും മദീനയെയും സംരക്ഷിക്കാൻ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനക്ക് സംരക്ഷണമായി കിടങ്ങു കുടിക്കുകയുണ്ടായി. മുശ്രിക്കുകൾ ഈ സന്നാഹവുമായി വന്ന് ഈ കിടങ്ങ് കണ്ടപ്പോൾ അവർ അന്ധാളിച്ചു പോവുകയും അവർ അത് മുറിച്ചു കടക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കിടങ്ങിന്റെ ഇപ്പുറത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്ക് മദീനക്ക് സംരക്ഷണമായി നിന്നു. ആ ഉപരോധം ഏതാണ്ട് ഒരു മാസത്തോളം നീളുകയാണ്. പരസ്പരം അമ്പെയ്ത്തും അതുപോലെ ഉപരോധവുമല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു യുദ്ധം അഹ്സാബിൽ, ഖന്ദഖിൽ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയപ്പോൾ അന്ന് ശത്രുപക്ഷത്തിന്റെ മുഴുവൻ തലവനായിരുന്ന അബൂ സുഫിയാൻ ബിൻ ഹർബ്, അദ്ദേഹം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യഹൂദനായ, അവരിൽ വളരെ ദുഷ്ടനായ പൈശാചിക സ്വഭാവമുണ്ടായിരുന്ന ഹുവൈ ഇബ്നു അഖ്തബിനെ അയാളെ വിളിച്ച് സംസാരിച്ചു. ഹുവൈ ഇബ്നു അഖ്തബ് ബനൂ നദീർ ഗോത്രക്കാരനാണ്. മദീനയിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ട ബനൂ നദീർ എന്ന യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഹുവൈ ഇബ്നു അഖ്തബ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയിൽ ചെന്ന് മുശ്രിക്കുകളെ, അതുപോലെ ഖത്ഫാൻ ഗോത്രത്തെ എല്ലാം മുസ്ലിമീങ്ങൾക്കെതിരിൽ ഇളക്കിവിടാൻ പരിശ്രമിച്ചവനാണ്. അബൂ സുഫിയാൻ ഹുവൈ ഇബ്നു അഖ്തബിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സംസാരിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? മദീനയിൽ മുസ്ലിമീങ്ങളുമായി ഇനിയും തെറ്റിപ്പിരിഞ്ഞിട്ടില്ലാത്ത, മുസ്ലിമീങ്ങളുമായി കരാറിൽ കഴിയുന്ന ഒരു യഹൂദ ഗോത്രമുണ്ട്, ബനൂ ഖുറൈള. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും 3 യഹൂദ ഗോത്രങ്ങളിൽ ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതും അവരോട് ഏറ്റവും ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചതും ബനൂ ഖുറൈളയാണ്. അതുകൊണ്ടാണ് 2 ഗോത്രത്തിനും കിട്ടാത്ത കടുത്ത ശിക്ഷയാണ് ബനൂ ഖുറൈളക്ക് ഒടുവിൽ ലഭിച്ചത്. ഇതതിനു മുമ്പുള്ള സംഭവമാണ്. ബനൂ ഖുറൈള മുസ്ലിമീങ്ങളുമായി സന്ധിയിൽ കരാറിലാണുള്ളത്. അവർ മദീനയിലുള്ള യഹൂദ ഗോത്രമാണ്. ബനൂ നദീറും ബനൂ ഖൈനുഖാഉം അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ബനൂ നദീറുകാരനായ അവരുടെ തലവനായ ഹുവൈ ഇബ്നു അഖ്തബിനോട് അബൂ സുഫിയാൻ പറയുകയാണ്, നിങ്ങൾ ബനൂ ഖുറൈളക്കാരുടെ അരികിൽ ചെല്ലണം. കാരണം ഇതിൽ നമുക്ക് അവരുടെ സഹായം വേണം. അവർ പിന്നിൽ നിന്ന് മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും അവരുമായുള്ള കരാർ ലംഘിക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യണം. നിങ്ങൾ പോയി അതിനുവേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഹുയൈ ഇബ്നു അഖ്തബ് മദീനയിലേക്ക് ബനൂ ഖുറൈദക്കാരുടെ അരികിലേക്ക് പ്രവേശിക്കുകയാണ്. ബനൂ ഖുറൈദയുടെ നേതാവ് കഅബ് ഇബ്നു അസദ് അൽ ഖുറദി ആയിരുന്നു. അൽ ഖുറദി എന്ന് ബനൂ ഖുറൈദയിലേക്ക് ചേർത്ത് പറയുന്നതാണ്. കഅബ് ഇബ്നു അസദ് ആയിരുന്നു അവരുടെ നേതാവ്. ഹുയൈ ഇബ്നു അഖ്തബ് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയും വാതിൽ മുട്ടുകയും ചെയ്തു. കഅബ് ഇബ്നു അസദ് വാതിൽ തുറന്നില്ല. കാരണം കഅബിന് മനസ്സിലായി ഹുയൈ ഇപ്പോൾ വന്നത് വെറുതെ അല്ല. ഹുയൈ വന്നത് കരാർ ലംഘിക്കണം, നമ്മൾ യുദ്ധത്തിന് നമ്മളും കൂടി പ്രവേശിക്കണം, അതിനു വേണ്ടിയാണ്. കഅബ് ഇബ്നു അസദ് വാതിൽ തുറന്നില്ല. ഹുയൈ ഇബ്നു അഖ്തബ് പറഞ്ഞു വാതിൽ തുറക്കണം. കഅബ് ഇബ്നു അസദ് പറഞ്ഞു ഇല്ല, വാതിൽ തുറക്കുകയില്ല, മുഹമ്മദുമായുള്ള കരാർ ലംഘിക്കാൻ ഞാൻ തയ്യാറല്ല, അതും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ടതില്ല. എന്നാൽ ഹുയൈ ഒടുവിൽ അവസാനം പറഞ്ഞു ഞാൻ കയറി വന്ന് നിന്റെ ഭക്ഷണം കഴിക്കുന്നതിനാണ് നീ വാതിൽ തുറക്കാത്തത് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പിശാചിക്കളുടെ ഒരു കുതന്ത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളുടെ വികാരം ഇളക്കി വിടുക എന്നത്. ഹുയൈ ഇബ്നു അഖ്തബ് ഇത് പറഞ്ഞപ്പോൾ കഅബ് ഇബ്നു അസദ് വാതിൽ തുറന്നു. അയാൾ പറഞ്ഞത്രേ, ഞാൻ കാലത്തെ വലിയ പ്രതാപവും വിജയവും നിനക്ക് നേടിത്തരാൻ ആ വഴിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഇതാ ഞാൻ ഗഫഫാൻ ഗോത്രത്തെ ഖുറൈശികളെ വൻ സൈന്യത്തെയാണ് എന്റെ പ്രയത്നത്താൽ കൊണ്ടുവന്നിട്ടുള്ളത്. മദീന അവർ വളഞ്ഞിരിക്കുകയാണ്. നിങ്ങളും കൂടി അവരുടെ കൂടെ കൂടിയാൽ മുഹമ്മദിനെയും കൂട്ടരെയും നിങ്ങൾക്ക് വേരോടെ പിഴുതെടുത്ത് നശിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ കഅബ് ഇബ്നു അസദ് ആദ്യം പറഞ്ഞത്രേ, നീ ഇസ്സുദ്ദഹറല്ല ദുല്ലുദ്ദഹറും കൊണ്ടാണ് വന്നിട്ടുള്ളത്, നീ വലിയ അപമാനവും പരാജയവും കൊണ്ടാണ് വന്നിട്ടുള്ളത്. മുഹമ്മദ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് എന്തേ അറിയുള്ളൂ, ഫഇന്നി ലം അറ മിൻ മുഹമ്മദിൻ ഇല്ലാ സിദ്ഖൻ വവഫാ, സത്യസന്ധതയും കരാറുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുക, ഈ സ്വഭാവമല്ലാതെ ഞങ്ങൾ മുഹമ്മദിൽ നിന്ന് പരിചയിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. മാ അക്റഹനാ അലാ ദീനിൻ വലാ ഗസബനാ മാലൻ, ഞങ്ങളുടെ ദീൻ ബലം പ്രയോഗിച്ച് മുഹമ്മദ് മാറ്റുകയോ ഞങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കുകയോ ചെയ്തിട്ടില്ല. വമാ നൻഖിമു മിൻ മുഹമ്മദിൻ വഅമലിഹി ശൈഅ, ഒന്നും ഞങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ കുറ്റം പറയാനില്ല. വഅൻത തദ്ഉ ഇലൽ ഹലക, നീ നാശത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചേക്കണം. പക്ഷേ ഹുയൈ അവന്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കഅബ് ഇബ്നു അസദ് ഹുയൈന്റെ തീരുമാനത്തിലേക്ക് വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിന്തിച്ചു നോക്കുന്നു, ഈ വാക്ക് പറഞ്ഞ മുസ്ലിമീങ്ങളെ കുറിച്ച്, അവരുടെ സത്യസന്ധതയെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും കരാർ പൂർത്തീകരണവും എല്ലാം മനസ്സിലാക്കിയിട്ടും ഈ വഞ്ചകന്മാർ ഈ നിർണായക സമയത്ത് മുസ്ലിമീങ്ങളെ പിഴുതെടുക്കാൻ സാധിക്കുമെന്ന് തോന്നിയപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ്. അവരവരുടെ നിന്ദതയും പരാജയവും അതോടെ വിലക്ക് വാങ്ങുകയാണ്. അവരെന്ത് ചെയ്തു? കരാർ ലംഘിക്കാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടാക്കിയ കരാർ അവർ കീറി വലിച്ചെറിഞ്ഞു എന്നാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുതയും കരാർ ലംഘിച്ചിരിക്കുന്നു, ഞങ്ങൾ ശത്രുക്കളോട് ചേർന്നിരിക്കുന്നു എന്ന കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുസ്ലിമീങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. മുന്നിൽ ഈ വൻ സൈന്യമാണുള്ളത്. അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം അവർ ഒരു മുഗൾ പ്രദേശത്ത് കോട്ടക്കകത്താക്കിയിരിക്കുകയാണ്. ഭയപ്പാടിലാണുള്ളത്, കഠിനമായ ശൈത്യമാണ്, പട്ടിണിയിലാണ്. ഈ പ്രതിസന്ധികൾക്കിടയിൽ അവിടെ നാട്ടിലുണ്ടായിരുന്ന യഹൂദികൾ കരാർ ലംഘിക്കുക കൂടെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം ഉറപ്പുവരുത്താൻ വേണ്ടി ജുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, ജുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നത്, കുൻതു യൗമൽ അഹ്സാബി, ജുബൈർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ, അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം പറയുന്നു, കുൻതു യൗമൽ അഹ്സാബി ജുഇൽതു അന വഉമർ ഇബ്നു അബി സലമ ഫി നിസാ,
ഞാനും ഉമർ ബിൻ അബി സലമയും രണ്ടുപേരും ആ സമയത്ത് കുട്ടികളാണ്. ഞങ്ങൾ അഹ്സാബിൽ സ്ത്രീകളുടെ കൂടെയായിരുന്നു. കുട്ടികളും സ്ത്രീകളൊക്കെ ഒരുമിച്ചാണ് ആക്കിയത്. ആ സമയത്ത് ഫനദർതു, ഞാൻ നോക്കുമ്പോൾ കാണുകയാണ്, ഫഇദാ അന ബിസുബൈർ അലാ ഫറസിഹി തഖ്തലിഫു ഇലാ ബനി ഖുറൈള മറത്തൈൻ ഔ സലാസ. രണ്ടോ മൂന്നോ തവണ ജുബൈർ, എന്റെ പിതാവ്, ബനൂർ ഖുറൈളക്കാരുടെ സ്ഥലത്തേക്ക്, അവരുടെ ഭാഗത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഞാൻ കണ്ടു. കുട്ടിയായിരുന്ന അബ്ദുല്ലാഹ് ബിൻ ജുബൈർ കണ്ടു. പിന്നീട് അദ്ദേഹം ഉപ്പയോട് ചോദിച്ചു, യാ അബതി റഅയ്തുക തഖ്തലിഫ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ. ജുബൈർ ചോദിച്ചു, വഹൽ റഅയ്തനി യാ ബുനൈ, എന്റെ മോനെ നീ എന്നെ കണ്ടുവോ? അതെ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, മൻ യഅതി ബനി ഖുറൈള ഫയഅതിനി ബിഖബരിഹിം, ആരുണ്ട് ബനൂ ഖുറൈളക്കാരുടെ അരികിലേക്ക് ചെന്ന് അവരുടെ വിവരവും കൊണ്ടുവരാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഞാൻ പോയതാ. പോയി തിരിച്ചു വന്നപ്പോൾ വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ ജമഅ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബവൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാവിനെയും പിതാവിനെയും ഒരുമിച്ച് എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ അറബികൾ സംസാരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് പ്രായശ്ചിത്തമായിരിക്കട്ടെ, അഥവാ നിനക്ക് പകരമായിരിക്കട്ടെ. അവർ ചെറിയ കാര്യത്തിന് അങ്ങനെ പറയുകയില്ല, നിർണായക ഘട്ടത്തിൽ മാത്രമേ അവരത് പറയുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അത് പറയാറുണ്ടായിരുന്നു. സഅദ് ബിൻ അബി വഖാസിനോട് യുദ്ധത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഅദ് ഒരു അമ്പെയ്ത്തുകാരനായിരുന്നു, ഇർമി സഅദ് ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും നിനക്ക് പ്രായശ്ചിത്തമായിരിക്കട്ടെ, എറിയുക, അമ്പെയ്യുക. അറബിയിൽ ഒരു പ്രയോഗമാണ്, അത് എല്ലാവരോടും പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ആ വാചകം പറയുകയുണ്ടായി. ബുഖാരിയിലും മുസ്ലിമിലും തന്നെ വന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സഹാബത്തിനോട് ചോദിച്ചു, ആരുണ്ട് എനിക്ക് അവരുടെ ബനൂ ഖുറൈളയുടെ വിവരം കൊണ്ടുവന്ന് തരാൻ. 3 തവണയും ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരി വ ഇന്ന ഹവാരി അസ്സുബൈർ, എല്ലാ നബിക്കും അവരുടെ പ്രത്യേകക്കാരായ ചില സഹാബത്ത് കൂട്ടുകാരുണ്ടാകും, എന്റെ ഹവാരി ആരാണ്? ജുബൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈസ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഈസാ നബിയുടെ സഹാബത്തിനെ കുറിച്ച് ഹവാരിയൂൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉപയോഗിച്ചത്. നോക്കൂ നിങ്ങൾ, ജുബൈർ റളിയല്ലാഹു അൻഹു അവിടെ പോയി തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു, കേട്ട വിവരം സത്യമാണ്, ബനൂ ഖുറൈള കരാർ ലംഘിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 സഅദുമാർ, ഔസ് ഖസറജ് ഗോത്രക്കാരുടെ തലവന്മാരായ 2 സഅദുമാർ, ആർക്കാണത്? സഅദ് ഇബ്നു മുആദ്, അതുപോലെ സഅദ് ഇബ്നു അബി വഖാസ്, മുഹാജിറായ മക്കക്കാരനായ സഹാബി. പിന്നെ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു ഉബാദ, സഅദ് ഇബ്നു മുആദ് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. സഅദ് ഇബ്നു ഉബാദ ഖസറജ് ഗോത്രത്തിന്റെ നേതാവാണ്. ഈ 2 പേരും പോവുകയും അവരും ഈ വിവരം ഉറപ്പുവരുത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ചെന്നപ്പോൾ ബനൂ ഖുറൈള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയും ഇവരെ ആക്ഷേപിക്കുകയും അവർ തങ്ങൾ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന് പരസ്യമാക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് മുസ്ലിമീങ്ങളുടെ ഭയം അത് വീണ്ടും വർദ്ധിക്കുകയാണ്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെ യഹൂദികൾ പിന്നിൽ നിന്ന് ആക്രമിച്ചേക്കുമോ എന്നവർ പേടിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതظنون بالله الظنون هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا إذ جاءكم من فوقكم ومن أسفل منكم നിങ്ങൾ മുകൾ ഭാഗത്തുനിന്നും താഴ്ഭാഗത്തുനിന്നും അവർ വന്ന സന്ദർഭം. وزاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنون هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا.
അവരുടെ കണ്ണുകളിൽ, അവരുടെ ഹൃദയങ്ങളിൽ എല്ലാം ഭയപ്പാട് നിറഞ്ഞുപോയ, കിടുകിട ഉറപ്പിക്കപ്പെട്ട ആ സന്ദർഭം നോക്കൂ നിങ്ങൾ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ വിവരം എത്തിയപ്പോൾ സഹാബത്തിന് കൂടുതൽ ഭയപ്പാടുണ്ടായി. അവരിൽ ഒരു കൂട്ടർ അവരെ സ്ത്രീകളുടെ, കുട്ടികളുടെ, മദീനയുടെ ബാക്കിയുള്ള ഭാഗം സംരക്ഷിക്കാനായി അവർ പറഞ്ഞയക്കപ്പെട്ടു. കോട്ടകളിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളും കുട്ടികളുമെല്ലാം ഈ വിവരം അറിഞ്ഞതിനു ശേഷം ഉറങ്ങിയിരുന്നത് ഊഴം വെച്ചിട്ടായിരുന്നു എന്നാൽ. അവർ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങുക എന്നത് സാധിക്കുകയില്ല. കാരണം പേടി മനസ്സിൽ വന്നു. അവർ പിന്നെ ഊഴം വെച്ചിട്ട് ഒരു കൂട്ടർ ഉറങ്ങുമ്പോൾ വേറൊരു കൂട്ടർ ഉണർന്നിരിക്കും. ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ യുദ്ധം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പെയ്ത്തും ഉപരോധവുമായി തുടർന്നുകൊണ്ടിരിക്കെ മുനാഫിഖുകൾ അവരുടെ സ്വഭാവം പുറത്തെടുക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നിഫാഖ് പുറത്തേക്ക് വരിക. മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത്, പരീക്ഷണങ്ങളുടെ സമയത്ത്, ഫിത്നകളുടെ സന്ദർഭത്തിൽ മുനാഫിഖുകൾ അവരുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയും. അള്ളാഹു പരീക്ഷണങ്ങൾ നിശ്ചയിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു ഹിക്മത്ത് കൂടി അതാണ്. കാരണം അപ്പോഴാണ് ശരിയായ മുഅ്മിനാരാ, കപടനാരാ എന്നത് ആ സമയത്ത് വെളിച്ചത്താകും. മുനാഫിഖുകളിൽ ചിലർ പറഞ്ഞു, ഞങ്ങളുടെ വീടുകൾ അവിടെ കാവലായി ആരുമില്ല, അവിടെ ശത്രുക്കൾ ആക്രമിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, അതുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ അനുവാദം തരണം. അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَّا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا وَإِذْ قَالَتْ طَائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ يَقُولُونَ إِنَّ بُيُوتَنَا عَوْرَةٌ وَمَا هِيَ بِعَوْرَةٍ إِن يُرِيدُونَ إِلَّا فِرَارًا. മുനാഫിഖുകൾ ചിലർ പറഞ്ഞു, യാ അഹ്ല യസ്രിബ്, ഇതാ യസ്രിബുകാരെ, മദീനക്കാരെ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുക. അവരിൽ ചിലർ നബിയോട് അനുവാദം ചോദിക്കും, ഞങ്ങളുടെ വീടുകൾക്ക് കാവലിനാരുമില്ല. യഥാർത്ഥത്തിൽ അതല്ല അവരുടെ പ്രശ്നം. ഈ യുരീദൂന ഇല്ലാ ഫിറാറ, അവർ ഉദ്ദേശിക്കുന്നത് പിന്തിരിഞ്ഞോടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചവർക്കെല്ലാം പിരിഞ്ഞു പോകാൻ അനുവാദവും കിട്ടിയെന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടം. അതുപോലെ അമ്പെയ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ സമയത്താണ് ഔസ് ഗോത്രത്തിന്റെ നേതാവ്, മഹാനായ സഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരായ സഹാബിമാരിൽ ഒരാൾ ഔസ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു അമ്പേൽക്കുന്നു. അദ്ദേഹത്തിന്റെ കൈ, അദ്ദേഹം നല്ല നീളമുള്ള ആളായിരുന്നു എന്നാൽ പടയങ്കി അണിഞ്ഞാലും ശരീരത്തിന്റെ പല ഭാഗവും പുറത്തേക്കായിരിക്കുമെന്നാൽ. അങ്ങനെ കൈ പുറത്തായിരുന്നു. കയ്യിൽ, മുഴം കയ്യിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഒരു അമ്പേൽക്കുകയാണ്. അമ്പേറ്റപ്പോൾ രക്തം പുറത്തേക്ക് ചാടാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം. റുമിയ യൗമ അൽ-അഹ്സാബ് സഅദ് ഇബ്നു മുആദ് ഫഖതഉ അഖ്ഹല. സഅദ് റളിയല്ലാഹു അൻഹു അമ്പേൽക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ മുറിവ് പറ്റുകയും ചെയ്തു. ഫഹസമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുറിവുണക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫൻതഫഖത് യദുഹു, കൈ വീണ്ടും വീർക്കുകയാണ് ചെയ്തത്, മുറിവുണങ്ങുകയല്ല ചെയ്തത്. ഫഹസമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തീ കൊണ്ട് അത് ഉണക്കാൻ ശ്രമിച്ചു. കരിച്ചു കളയുന്ന ചികിത്സ അത് ചെയ്യുക എന്നത് അനുവദനീയമാണ്. ഇത് ചെയ്യാതിരിക്കുക എന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെങ്കിലും ഇത് ചെയ്യുന്നതിൽ ഒരാൾക്ക് കുറ്റമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉണക്കാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും രക്തം പുറത്തേക്ക് ചാടുകയാണ്. വീണ്ടും ശ്രമിച്ചു, രക്തം ശക്തമായി പുറത്തേക്ക് വരികയാണ്. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുഖ്രിജ് നഫ്സി ഹത്താ തുഖിറ ഐനി മിൻ ബനി ഖുറൈള. അല്ലാഹുവേ, ബനൂ ഖുറൈളക്കാരെ അവരുടെ കാര്യത്തിൽ നീ തീരുമാനമുണ്ടാക്കി അവരെ ശിക്ഷിച്ച് എന്റെ കണ്ണിന് കുളിർമ നൽകിയിട്ടല്ലാതെ നീ എന്നെ മരിപ്പിക്കരുത്. ഈ ദുആ സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതോടെ ഫസ്തംസക ഇർഖു, അവിടെ നിൽക്കുകയാണ്, രക്തം പിന്നെ പുറത്തു ചാടുന്നില്ല. فما قطر قطرة حتى نزلوا على حكم سعد. ഒരു തുള്ളി പോലും രക്തം പിന്നെ വന്നിട്ടില്ല. എപ്പോഴല്ലാതെ
അഹ്സാബ് യുദ്ധം കഴിഞ്ഞ് പിന്നെ ബനൂ ഖുറൈളയുടെ അരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് സഅദ് റളിയല്ലാഹു അൻഹു ആണ് അവരുടെ കാര്യത്തിൽ വിധി പറഞ്ഞത്. ആ വിധി അവരിൽ നടപ്പിലാക്കി. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ചരിത്രം വരുന്നു. അതിനുശേഷം അതാ രക്തം വീണ്ടും ഒഴുകുകയും സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയും ചെയ്യുക. അല്ലാഹുവിന്റെ അർശ് അത് വിറച്ച മരണമായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അർശ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിന് സംഭവിക്കും. അത്രയും വലിയ സംഭവമായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. നോക്കൂ, സഅദ് ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. ഔസ് ഗോത്രവും ബനൂ ഖുറൈള ഗോത്രവുമായിരുന്നു ജാഹിലിയത്തിൽ പരസ്പരം കരാറിലുണ്ടായിരുന്നത്. യഹൂദികളുടെ 3 ഗോത്രങ്ങൾ, ചിലർ ഖസറജ് ഗോത്രത്തിന്റെ കൂടെ, ചിലർ ഔസിന്റെ കൂടെയായിരുന്നു. ബനൂ ഖുറൈള ഔസ് ഗോത്രക്കാരുമായിട്ടായിരുന്നു സഖ്യമുണ്ടായിരുന്നത്. ഔസ് ഗോത്രത്തിന്റെ നേതാവാണ് സഅദ്. അവർ ഈ ചെയ്ത ചതിയിൽ സഅദിന് അങ്ങേയറ്റത്തെ രോഷമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നോക്കൂ, അങ്ങനെ യുദ്ധം അഥവാ യുദ്ധം എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്തും അതുപോലെ ഉപരോധവും കടുക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് അവിടെ നിന്ന് നീങ്ങാൻ സാധ്യമല്ല. ഇവർ എന്തെങ്കിലും വഴിക്ക് ഖന്ദഖ് മൂടിയിട്ടോ കിടങ്ങ് മൂടിയിട്ടോ മറ്റോ അങ്ങോട്ടേക്ക് കടന്നു കയറാനിടയുണ്ട്. മുസ്ലിമീങ്ങൾ അവിടെ തന്നെ തുടരുകയാണ്. അവരും അതുപോലെ തുടരുകയാണ്. ഒരു സന്ദർഭത്തിൽ അവർ ശക്തമായി ഉപരോധവും അതുപോലെ അമ്പെയ്ത്തും നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സ്ഥലം പ്രത്യേകം ലക്ഷ്യമാക്കിക്കൊണ്ട്. അങ്ങനെ ഒരു ദിനം അതാ മുസ്ലിമീങ്ങൾ ഉപരോധം നീണ്ടുപോയി അവരുടെ അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു പോവുകയാണ്. അസ്ർ നിസ്കരിക്കാൻ സാധിച്ചില്ല. മഗ്രിബ് കഴിഞ്ഞു. എന്നിട്ടാണ് അവർക്ക് ഒരു ഒഴിവ് ലഭിച്ചത്, ഒരൽപ്പം തണുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിന്റെ സമയം എത്തി. മഗ്രിബിന്റെയും ഇശാഇന്റെയും സമയം എത്തിയപ്പോൾ ഒഴിവ് കിട്ടുകയും വുദൂ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ അടക്കമുള്ള സഹാബിമാരും അസ്റും മഗ്രിബും നിസ്കരിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ ശഗലൂന അനിസ് സ്വലാത്തിൽ വുസ്ത. അല്ലാഹു അവരുടെ ഖബറുകളും അവരുടെ വീടുകളും തീ നിറക്കട്ടെ. സ്വലാത്തുൽ വുസ്ത എന്ന അസ്ർ നിസ്കാരത്തിൽ നിന്ന് അത് നിസ്കരിക്കാൻ കഴിയാതെ നമ്മെ കുടുക്കി കളഞ്ഞു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്ർ നഷ്ടപ്പെട്ട പ്രയാസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാരണത്താൽ പ്രാർത്ഥിച്ചു. സ്വലാത്തുൽ വുസ്ത എന്നത് സ്വലാത്തുൽ അസ്റാണ് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. സ്വലാത്തുൽ വുസ്ത എന്നത് പരിശുദ്ധ ഖുർആനിലെ പ്രയോഗമാണ്. ഹാഫിദു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്ത ബാക്കി എന്താ, വഖൂമു ലില്ലാഹി ഖാനിത്. ഏത് സൂറത്തിലായതാ? സൂറത്തുൽ ബഖറ. ഹാഫിദു അലസ് സ്വലവാത്, നമസ്കാരം നിലനിർത്തുക. വസ്സലാത്തിൽ വുസ്ത, അതുപോലെ സലാത്തുൽ വുസ്ത മധ്യമ നമസ്കാരവും ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അഥവാ സലാത്തുൽ അസ്ർ. അല്ലാഹുവിന് മുന്നിൽ നിങ്ങൾ ഭക്തിയോടെ നിസ്കാരത്തിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും സംസാരവും മറ്റോ ഇല്ലാതെ നിൽക്കുകയും ചെയ്യുക. അവിടെ പറഞ്ഞത് സലാത്തുൽ അസ്റാണ്. ഫർദ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം 2 നിസ്കാരങ്ങളാണ്. ഏതൊക്കെയാണ്? അസ്റും പിന്നെ ഫജ്റും സുബ്ഹും. രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും ഈ 2 നിസ്കാരങ്ങളിൽ ഒരുമിച്ച് മസ്ജിദുകളിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. من فاتته صلاة العصر فكأنما وتر أهله وماله. അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടവൻ അവന്റെ കുടുംബവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ്. അതെല്ലാം ഒരു ദിനം നഷ്ടപ്പെട്ടൊരുവൻ ഇരുന്നാൽ എങ്ങനെ? അതുപോലെയാണ് ഒരാൾക്ക് സലാത്തുൽ അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ സമയം കഴിഞ്ഞു പോയാൽ അത്രയും പ്രാധാന്യമുള്ള നിസ്കാരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ അവർക്കെതിരിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം വരികയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവന്റെ അടിമകളെ മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ ഈ വൻ പടയുമായി വന്ന സൈന്യത്തിൽ ഒരാൾ, ഖതഫാൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന അഷ്ജഅ എന്ന ഉപഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഒരാൾ, നുഐം ഇബ്ൻ മസ്ഊദ് അൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു,
അദ്ദേഹത്തിന്റെ ഖൽബിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സമയത്ത് ഇസ്ലാം ഇട്ടുകൊടുക്കുകയാണ്. അദ്ദേഹം മുസ്ലിമാകും. അദ്ദേഹം ചില്ലറക്കാരനല്ല. അദ്ദേഹം എല്ലാവർക്കും വിശ്വസ്തനായ, വേണ്ടപ്പെട്ടവനായ, പല ഗോത്രങ്ങളുമായും ബന്ധമുള്ള ഒരാളാണ്. നുഐം ഇബ്നു മസ്ഊദ് അൽ-അശ്ജഈ. അദ്ദേഹം മുസ്ലിമാവുകയും രഹസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഇസ്ലാം വെളിപ്പെടുത്തി. എന്നിട്ട് തന്നാൽ സാധിക്കുന്നത് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം യുദ്ധം എന്നത് അത് ഖദഅ, അതിൽ പല പ്രയോഗങ്ങൾ ഉണ്ടാകും. യുദ്ധത്തിൻ്റെതായ പ്രയോഗങ്ങൾ, യുദ്ധത്തിൻ്റെതായ തന്ത്രങ്ങൾ യുദ്ധ സന്ദർഭത്തിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് യോജിക്കുന്ന രൂപത്തിൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടോ മറ്റോ ഉള്ളതല്ല. പക്ഷേ യുദ്ധത്തിൽ അതിൻ്റെതായ മുറകളുണ്ട്. നുഐം ഇബ്നു മസ്ഊദ് അൽ-അശ്അഈ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം യഹൂദികളുടെ ബനൂ ഖുറൈളയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു തന്റെ ഇസ്ലാം. അദ്ദേഹം ആരോട് പറഞ്ഞിട്ടില്ല, തന്റെ ഗോത്രക്കാരോട് വെളിപ്പെടുത്തിയിട്ടില്ല. ബനൂ ഖുറൈളക്കാരുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയൂ, എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ നിങ്ങളോട് കൂറ് പുലർത്തിയ, വിശ്വസ്തത പുലർത്തിയ, നിങ്ങൾക്ക് പരിചയമുള്ള ആളല്ലേ? അവർ പറഞ്ഞു യാതൊരു സംശയവുമില്ല, അങ്ങനത്തെ ആളാണ്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ പറയട്ടെ, ഇതാ ഈ നാട് നിങ്ങളുടെ നാട്, മദീന നിങ്ങളുടെ നാട്, നിങ്ങളുടെ വീടുകളും സ്ത്രീകളും കുട്ടികളും സമ്പത്തും ഒക്കെ ഇവിടെയാണുള്ളത്. എന്നാൽ യുദ്ധത്തിന് വന്ന ഖുറൈശികൾ, ഗതഫാൻ ഗോത്രം, ഇവരുടെയൊക്കെ സ്ഥിതി എന്താ? അവരുടെ നാടും അവരുടെ വീടും അവരുടെ കുടുംബവും അവരുടെ കുട്ടികളും സമ്പത്തും ഒന്നും ഇവിടെയല്ല, അതൊക്കെ അവരവരുടെ നാട്ടിലാണ്. അതുകൊണ്ട് യുദ്ധം ജയിച്ചാൽ ശരിയാണ്, എല്ലാവർക്കും ലാഭമുണ്ട്. പക്ഷെ യുദ്ധം പരാജയപ്പെട്ടാൽ നിങ്ങൾക്കാവും നഷ്ടം, നിങ്ങൾക്കാണ് നഷ്ടം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തു ചെയ്യണം? അവർ പിന്തിരിഞ്ഞോടാൻ ഇടയുണ്ട്, ഖുറൈശികൾ, ഗതഫാൻ ഗോത്രവുമൊക്കെ. നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഇനി ഖുറൈശികളോട്, ഗതഫാൻ ഗോത്രക്കാരോട് ഒരു കരാർ മുന്നോട്ട് വെക്കണം, ഒരു നിബന്ധന മുന്നോട്ട് വെക്കണം. നിങ്ങൾ പറയണം, അവരുടെ കൂട്ടത്തിലെ പ്രധാനികളായ ചില ആളുകളെ നിങ്ങളുടെ അരികിലേക്ക് വിടാൻ, നിങ്ങളുടെ കൂടെ വിടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് അവർ പിന്തിരിഞ്ഞോടിയാലോ? അതുകൊണ്ട് പിന്തിരിഞ്ഞോടുകയില്ല എന്നതിന് ഒരു ഉറപ്പ് എന്ന നിലക്ക് അവരിലെ പ്രധാനപ്പെട്ട ആളുകളെ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞേക്കാം, നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടണം. ബനൂ ഖുറൈള പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു. നുഐം ഇബ്നു മസ്ഊദ് അദ്ദേഹം നേരെ ഖുറൈശികളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അബൂ സുഫിയാനോട് സംസാരിക്കുകയാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, ബനൂ ഖുറൈള അവർക്ക് കരാർ ലംഘിച്ചതിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിമീങ്ങളോടുമൊക്കെയുള്ള കരാർ ലംഘിച്ചതിൽ നിങ്ങളുടെ കൂടെ കൂടിയതിലൊക്കെ ഇപ്പോ ഖേദം തോന്നിയിട്ടുണ്ട്. അവർ തീരുമാനമൊന്ന് മാറ്റിയിട്ടുണ്ട്. അവർ മുഹമ്മദിന് ഒരു എഴുത്ത് കൊണ്ട് ആളെ പറഞ്ഞയച്ചിരിക്കുന്നു. എന്താണ് മുഹമ്മദിനോട് അവർ പറഞ്ഞത്? അതായത് ഞങ്ങൾ ചെയ്ത പ്രവൃത്തി ഞങ്ങൾ ഖേദിക്കുന്നു, നിങ്ങൾ മാപ്പാക്കണം. പകരമായി ഞങ്ങൾ എന്തു ചെയ്യാം? ഖുറൈശികളിലെ ഗത്ഫാൻ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ചില ആളുകളെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം, നിങ്ങൾ അവരെ ശിക്ഷിച്ചുകൊള്ളുക, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് അവരെ പരാജയപ്പെടുത്താം എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ അരികിലേക്ക് അവരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുറച്ച് ആളുകൾ അങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടി അവർ നിങ്ങളോട് പറഞ്ഞാൽ ഒരിക്കലും അതനുസരിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? അറിയാം, ഞാൻ വിശ്വസ്തനായ ആളല്ലേ, നിങ്ങളോട് കൂടുതൽ ആളല്ലേ, യാതൊരു സംശയവുമില്ല. അദ്ദേഹം തന്റെ ഗോത്രമായ ഗതഫാൻകാരുടെ അരികിലേക്ക് ചെല്ലുകയും ഇതുപോലെ പറയുകയും ചെയ്തു. അവരും അത് ശരിവച്ചു. അബൂ സുഫിയാൻ ഇത് കേട്ടതോടെ ഇക്രിമ ഇബ്നു അബീ ജഹലിനെ കുറച്ചാളുകളുടെ നേതൃത്വത്തിൽ ബനൂ ഖുറൈളക്കാരുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അവർ ബനൂ ഖുറൈളക്കാരോട് പറഞ്ഞു, ഇനി കാത്തിരിക്കാൻ സാധ്യമല്ല, ദിവസങ്ങളായി ഉപരോധവുമായി മുന്നോട്ട് പോകുന്നു, ഇനി കാത്തിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ആയുധവുമായി ഇറങ്ങണം, നിങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കണം, എങ്കിൽ മാത്രമേ ഇനി കാര്യമുള്ളൂ.
അപ്പൊ ബനൂ ഖുറൈള പറഞ്ഞു, ഇന്ന് ശനിയാഴ്ച നമുക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല. യഹൂദികൾ ശനിയാഴ്ച അത് വിലക്കപ്പെട്ട ആളുകളാണ്. പണ്ട് ശനിയാഴ്ച ഇതുപോലെ വിലക്കപ്പെട്ട ദിവസത്തിൽ പണിയെടുത്ത ഞങ്ങളുടെ മുൻഗാമികൾക്ക് എന്തു പറ്റി നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഇന്ന് സാധ്യമല്ല. ഇനി നാളെ ആയാലും ശരി, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ കുട്ടികളും സ്വത്തും സ്ത്രീകളൊക്കെ ഇവിടെയാണ് ഉള്ളത്, നിങ്ങൾ പുറത്തുനിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാൻ നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ ഞങ്ങളുടെ അരികിലേക്ക് നിങ്ങൾ ഓടിപ്പോവുകയില്ല എന്നതിന് ഉറപ്പായി കൊണ്ട് പറഞ്ഞേക്കും വേണം. ഈ വിവരം അബൂ സുഫിയാന് ലഭിച്ചപ്പോൾ പറഞ്ഞു, നുഐം ബിൻ മസ്ഊദ് പറഞ്ഞത് സത്യമാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി, നുഐം പറഞ്ഞത് സത്യമാണ്, ബനൂ ഖുറൈള നമ്മളെ ചതിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി എന്നവർ പറഞ്ഞു. ഈ രൂപത്തിൽ ആ കക്ഷികൾക്ക് ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധമൊന്ന് മാത്രമാണ് അവരെ യോജിപ്പിച്ചത്. അല്ലാതെ ദീനോ ഇഖ്ലാസോ അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹമോ മറ്റൊന്നുമല്ല. വിദ്വേഷവും ശത്രുതയും ഇസ്ലാമിനോടുള്ള വിരോധവുമാണ് അവരെ യോജിപ്പിച്ചത്. അതതാ തകർന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് മുജ്രിയസ് സഹാബ് ഹാസിമൽ അഹ്സാബ് ഇഹ്സിംഹും വസൽസിൽഹും. അല്ലാഹുമ്മ മുൻസിലൽ കിതാബ്, അല്ലാഹു കിതാബ് അവതരിപ്പിക്കുന്നവനെ, മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നവനെ, ഏതേത് സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്തുന്നവനെ നീ ഇവരെ പരാജയപ്പെടുത്തണം, ഇവരെ നീ വിറപ്പിക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും ദുആ ചെയ്യും. ഏത് പ്രതിസന്ധിയിലും മുഅ്മിനിന് അവന്റെ പക്കലുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ദുആ എന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഏത് ഷർറ് നമുക്ക് വരാനുണ്ടോ അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ അത് വരികയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനല്ലാതെ അത് തടുത്തു നിർത്താനും നമുക്കാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ദുആ ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതാ മുസ്ലിമീങ്ങളെ സഹായിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അവരെ പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ ശക്തമായ ഒരു കാറ്റിനെ പറഞ്ഞയക്കുകയാണ്. അള്ളാഹു ഒരു കാറ്റയക്കുന്നു. ആ കൊടും തണുപ്പുള്ള കാലാവസ്ഥയിൽ ശക്തമായ കാറ്റ് അവർക്ക് നേരെ അടിച്ചു വീശുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ മലായികത്ത് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് നേരെ കാറ്റയച്ചു. അതുപോലെ അള്ളാഹുവിന്റെ സൈന്യമായ മലായികത്തിനെയും അയക്കുകയുണ്ടായി. ഇത് അർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹ. നാം അവർക്ക് നേരെ ഒരു കാറ്റും നിങ്ങൾ കാണാത്ത സൈന്യത്തെയും അയച്ച സന്ദർഭം. ആ കാറ്റ് വന്നപ്പോൾ അവരുടെ ഒരു പാത്രവും അവർ ഭക്ഷണം പാകം ചെയ്യാനും മറ്റും ഏത് പാത്രം വെച്ചാൽ അപ്പോൾ അത് കീഴ്മേൽ മറിയുകയാണ്. അവർ തീ കത്തിച്ചാൽ അതെല്ലാം കെട്ടുപോവുകയാണ്. അവരുടെ ടെന്റുകൾ, അവരുടെ കുടാരങ്ങളെല്ലാം തകർന്നു പോവുകയാണ്. അങ്ങനെയുള്ള ശക്തമായ കാറ്റടിച്ചു വീശുന്നു. നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരാൾ തന്റെ താമസ സ്ഥലം എവിടെയാണ്, താൽക്കാലികമായി എവിടെയാണ് ടെന്റ് കെട്ടിയത്, അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയാൽ പോകാൻ സാധിക്കുന്നില്ല. ഈ രൂപത്തിൽ ശക്തമായ കാറ്റടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നുസിർതു ബിസ്സബാ വഉഹ്ലികത് ആദുൻ ബിദ്ദബൂർ. നുസിർതു ബിസ്സബാ, ഞാൻ സബാ കൊണ്ട് സഹായിക്കപ്പെട്ടിരിക്കുന്നു. സബാ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണ്. അതിന് കബൂൽ എന്നും പേരുണ്ട്. കാരണം ഖിബ്ലയുടെ വാതിൽ ഭാഗത്ത്, അതിന്റെ മുഖഭാഗത്തേക്ക് അടിച്ചു വീശുന്ന കാറ്റായതുകൊണ്ട് അറബികൾ അതിനെ കബൂൽ എന്ന് പേര് വിളിച്ചിരിക്കുന്നു. ഒരാളുടെ ഖിബൽ എന്ന് പറഞ്ഞാൽ മുൻഭാഗമാണ്. ആ കാറ്റ് കിഴക്ക് ഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന കാറ്റുകൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിരിക്കുന്നു. ആദ് സമുദായം ദബൂർ കൊണ്ട് പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദബൂർ എന്നാൽ അതിന്റെ നേരെ എതിർ വശത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് അടിച്ചു വീശുന്ന കാറ്റാണ്. ഒരു കാറ്റിന് അറബികൾ കബൂൽ എന്ന് പേര് വിളിച്ചെങ്കിൽ അടുത്ത ഭാഗത്തു നിന്ന് വരുന്ന കാറ്റിന് അവരെന്തു പേര് വിളിച്ചു? ദബൂർ. കബൂൽ അതുപോലെ ദബൂർ. സബ എന്നും ഈ കാറ്റിന് പേരുണ്ട്. സഹായമായി അള്ളാഹു അയക്കുന്ന കാറ്റ്. അതുപോലെ അള്ളാഹു അവന്റെ
സൈന്യങ്ങളെ അള്ളാഹു അവന്റെ ശത്രുക്കളെ നശിപ്പിക്കാൻ അയക്കുന്ന കാറ്റിന് ദബൂർ എന്നും പറയും. അങ്ങനെ ഈ ശക്തമായ കാറ്റ് അവിടെ അടിച്ചു വീശുകയാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ സൈന്യമായ മലായികത്തും. അള്ളാഹു അതേക്കുറിച്ചാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. ഓ മുഅ്മിനുകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം, നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം ഓർക്കുക. ഇദ് ജാഅത്കും ജുനൂദുൻ, നിങ്ങൾക്ക് നേരെ സൈന്യങ്ങൾ വന്ന സന്ദർഭം. ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അപ്പോൾ നാം അവർക്ക് നേരെ കാറ്റയച്ചു, നിങ്ങൾ കാണാത്ത സൈന്യത്തെയും അയച്ചു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ സന്ദർഭം മനോഹരമായി വിവരിച്ച അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു ഭാഗമുണ്ട്. ഞാനത് വായിക്കട്ടെ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഈ രൂപത്തിൽ കാറ്റടിച്ചു വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ولولا أن جعل الله رسوله صلى الله عليه وسلم رحمة للعالمين لكانت هذه الريح عليهم أشد من الريح العقيم على عاد. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മുഴുവൻ കാരുണ്യമാണ്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ആദ് സമുദായത്തിന് നേരെ അയച്ച കാറ്റിനേക്കാൾ വലുത് അവർക്ക് നേരെ അയക്കുമായിരുന്നു. ആദ് സമുദായത്തിന് നേരെ അയച്ച കാറ്റെന്താ? അവരെ ഒന്നാകെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്കടിപ്പിച്ച കാറ്റാണ്. അവരുടെ തല ആ വീഴുന്നതോടെ ഉടലിൽ നിന്ന് വേർപെടും. അതിനേക്കാൾ ശക്തമായ കാറ്റ് അള്ളാഹു അവർക്ക് നേരെ അയച്ചേനെ. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ജീവിച്ചിരിക്കെ അള്ളാഹു അവരെ ഒന്നാകെ നശിപ്പിക്കുകയില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അള്ളാഹു എന്ത് ചെയ്തു? അവർക്ക് നേരെ ഈ കാറ്റിനെ അയച്ചു. ഇബ്നു കസീർ പറയുകയാണ്, കാറ്റിനെ അറബിയിൽ എന്ത് പറയും? ഹവാ എന്ന് പറയും. കാരണം ഈ ഖൗമിനെ യോജിപ്പിച്ചത് കമാ കാന സബബു ഇജ്തിമാഇഹിം മിനൽ ഹവാ. അൽ ഹവാ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ട്, തോന്നിവാസം, ദേഹേച്ഛ. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി അവനവന് തോന്നിയത് പ്രവർത്തിക്കുക. ഈ ഹവയുടെ പേരിലാണ് അവർ യോജിച്ചത്. അള്ളാഹു ആ യോജിപ്പിനെ ഛിന്ന ഭിന്നമാക്കുന്ന മറ്റൊരു ഹവ, കാറ്റിനെ അവർക്ക് നേരെ അയക്കുകയും അവരുടെ ഐക്യം തകർക്കുകയും ചെയ്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ പരാജയപ്പെടുത്തി. അവരവരുടെ കോപവും വിദ്വേഷവും കൊണ്ട് പരാജിതരായി മടങ്ങി. അവർക്ക് ദുനിയാവിലൊരു ഖൈറും ലഭിച്ചില്ല, പരലോകത്ത് വലിയ കുറ്റമാണ് അവർ വാങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം അവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെയും വേരോടെ നശിപ്പിക്കാൻ, അവരെ ഒന്നാകെ കൊന്നുകളയാനാണ് വന്നത്, അല്ലേ? അതൊരു സംശയവുമില്ല. ഒരു തിന്മ ഒരുവൻ മനസ്സിൽ തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാ പണിയും എടുക്കുകയും ചെയ്തു. പക്ഷെ അള്ളാഹുവിന്റെ വിധി കൊണ്ട് മാത്രം അത് നടന്നില്ല എങ്കിൽ അത് ചെയ്ത കുറ്റമാണ് അവനുള്ളത്. ഇബ്നു കസീർ പറയുന്നു, ബിമാ തഹമ്മലൂഹു മിനൽ ആസാം في مبارزة الرسول صلى الله عليه وسلم بالعداوة وبهمهم بقتله واستئصال جيشه ومن هم بشيء وصدق همه بفعله فهو في الحقيقة كفاعله. ഒരാളൊരു കാര്യം ചെയ്യാൻ അങ്ങേറ്റം ഉറപ്പിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തു. പക്ഷെ അള്ളാഹുവിന്റെ വിധി കൊണ്ട് മാത്രം അത് നടന്നില്ലെങ്കിൽ അവനത് ചെയ്തതുപോലെയാണ്. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽഖാതിലു വൽമഖ്തൂലു ഫിന്നാർ. രണ്ട് മുസ്ലിമീങ്ങൾ വാളുകളുമായി പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ. കൊല്ലപ്പെട്ടവൻ ശരി, കൊന്നവൻ ശരി നബിയെ, കൊല്ലപ്പെട്ടവൻ എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി ഔ അഖീഹി. അവൻ തന്റെ സഹോദരനെ കൊല്ലാൻ ഏറ്റവും തീരുമാനമുറപ്പിച്ചവനായിരുന്നു, അതിനൊരുങ്ങിയവനായിരുന്നു. ഒരു തിന്മ ഒരാൾ ചെയ്യാൻ തീരുമാനിച്ചു മനസ്സിൽ, അവന് കുറ്റമുണ്ടോ? ഇല്ല. തീരുമാനിച്ചതിനു ശേഷം അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട് അവനത് ഉപേക്ഷിച്ചാൽ അവന് നന്മയാണ് രേഖപ്പെടുത്തപ്പെടുക. പക്ഷേ അത് കേവല ചിന്തയാണ്, തെറ്റ് ചെയ്യാനുള്ള ഒരു ചിന്തയാണ്. ആ ചിന്ത നിശ്ചയദാർഢ്യത്തിലേക്ക് നീങ്ങി, ചെയ്യുമെന്ന് അവൻ ഉറപ്പിച്ചു. എന്നിട്ട് അതിനുവേണ്ടി അവൻ പ്രയത്നിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ വിധി കൊണ്ട് മാത്രം അവൻ നടന്നില്ല എങ്കിൽ അവനത് ചെയ്തതുപോലെയാണ്. കേവല ചിന്തയാണ്
പൊറുക്കപ്പെടുക, അതിൽ കുറ്റമില്ല. അത് ഒരുവൻ മനസ്സിൽ നിലനിർത്തിയിട്ടില്ല എങ്കിൽ, നിലനിർത്തുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്താൽ ചെയ്തവനെ പോലെയാണ്. ഇവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനാണ്, സഹാബത്തിനെ മുഴുക്കെ കൊല്ലാനാണ്. അവരത് പ്രവർത്തിച്ചതുപോലെയുള്ള കുറ്റമാണ് അവർക്കുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പരാജയപ്പെട്ട് മടങ്ങുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു സംഭവിച്ചു ശത്രുക്കൾക്ക് എന്ന് അറിയാൻ വേണ്ടി ഒരാളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി ശത്രുക്കളുടെ അരികിലേക്ക് ചെല്ലണം, എന്നിട്ട് അറിയണം എന്താണ് അവർക്ക് പറ്റിയിട്ടുള്ളത് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞയക്കാൻ, നിങ്ങൾ ആ സന്ദർഭം ഓർക്കണം. ഭയപ്പാടുകൊണ്ട് മുസ്ലിമീങ്ങൾ വിറക്കുകയാണ്. കാലാവസ്ഥയും അങ്ങനത്തെതാണ്, കടുത്ത തണുപ്പാണ്, ഇരുട്ടാൻ, അതുപോലെ പട്ടിണിയിലാണവർ, ഈ പ്രയാസഘട്ടത്തിലാണുള്ളത്. ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു സാഹിബു സിർർ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ്. അദ്ദേഹം ഈ സംഭവം വിവരിക്കുന്ന മനോഹരമായ ഒരു ഹദീസുണ്ട്. എന്താണ് അദ്ദേഹം അത് പറയാനൊരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ കൂഫക്കാരന ഒരാൾ, പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലാത്ത ഒരാൾ, കൂഫക്കാരനായ ഒരാൾ ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ് അറഅയ്തും റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹിബ്തുമൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയും നബിയുടെ കൂടെ ജീവിക്കുകയും ഒക്കെ ചെയ്ത ആളല്ലേ? ഹുദൈഫ പറഞ്ഞു, നഅം യ ഇബ്ന അഖി, അതെ മോനെ, അതെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫകൈഫ കുൻതും തസ്നഊൻ, നിങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഖദ് കുന്നാ നജ്ഹദ്, അല്ലാഹുവാണ്, ഞങ്ങളുടെ കഴിവിൻപടി പരിശ്രമിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, കാരണം ചില ആളുകൾ ഉണ്ടാവും, നമുക്കൊക്കെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. ഉള്ള അവസ്ഥയിൽ നല്ലതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് കിട്ടാത്ത, നമ്മൾ എത്തിപ്പെടാത്ത ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയും, ഞാനെങ്ങാനും എന്റെ മുന്നിലെങ്ങാനും അത് വന്നിരുന്നെങ്കിൽ, എനിക്കെങ്ങാനും അതിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആക്കുമായിരുന്നു, ഇങ്ങനെ ആക്കുമായിരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എല്ലാ മടിയന്മാരുടെയും വർത്തമാനമാണത് എന്നാണ്. കാരണം എല്ലാ അവസ്ഥയിലും ഒന്നും ചെയ്യൂല, എന്നിട്ടും ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും എന്നിങ്ങനെ പറയും. ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പലതും ഉണ്ടാവും, അത് ചെയ്യാതെ. അതെ, ഒരാൾക്ക് കുറെ ഒഴിവ് സമയമുണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നിട്ട് അവൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. എന്നിട്ട് അയാൾ പറയാണ്, ഞാനെങ്ങാനും ഇന്ന് അറബ് നാട്ടിലെ വലമാക്കളുടെ മുന്നിലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പഠിക്കുമായിരുന്നു, ഇങ്ങനെ പഠിക്കുമായിരുന്നു. ഇപ്പൊ അവന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പണിയുണ്ട്, ഒന്നും അവൻ പഠിക്കാൻ തയ്യാറല്ല, വെറുതെ തേരാപ്പറ ഇറക്കുക. എന്നിട്ട് പറയണത്, അങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിലവിലുള്ള സമയത്ത് അവൻ പണിയെടുക്കുമായിരുന്നു, സാധിക്കുന്നത് പോലെ. നടക്കാത്ത കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാത്ത കാര്യം നീ സങ്കല്പിച്ചു കൂട്ടുന്നതിനേക്കാൾ ഉള്ള സമയത്ത് പണിയെടുക്കുക, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവില്ല. ഈ സമയം വെറുതെ സങ്കല്പങ്ങളും വ്യാമോഹങ്ങളും കൊണ്ടുപോകും, നീ ഉദ്ദേശിക്കുന്നതാകട്ടെ ചിലപ്പോൾ കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ ആളുകൾക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. ഇദ്ദേഹം ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ അദ്റക്നാ, ഞങ്ങളെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നുവെങ്കിൽ, മാ തറക്നാഹു യംശി അലൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ചവിട്ടി നടക്കാൻ നബിയെ സമ്മതിക്കുമായിരുന്നില്ല. വല ജഅൽനാഹു അല അനാഖിന, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോളത്തിട്ട് നടക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്ക് സഹാബത്ത് ചെയ്തത് എന്തോ കുറവ് പോലെയുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കിൽ അങ്ങനെ ഒരു സൂചനയുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബി പറഞ്ഞു, യബ്ന അഖി, മോനെ, വല്ലാഹി ലഖദ് റഅയ്തുനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖന്ദഖ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖന്ദഖിലായിരിക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ലൈലി ഹവിയൻ, രാത്രി സുദീർഘമായി നബി നിസ്കരിച്ചു ഒരിക്കൽ. ثم التفت الينا, എന്നിട്ട് ഞങ്ങളെ നോക്കി നബി ചോദിച്ചു, മൻ റജുലുൻ യഖൂമു ഫയൻദുറ ലനാ മാ ഫഅല القوم. രാത്രികളിൽ ഒന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിസ്കരിക്കുകയും ശേഷം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, മൻ റജുലുൻ യഖൂമു ഫയൻദുറ ലനാ മാ ഫഅല القوم, ആരുണ്ട് കൂട്ടത്തിൽ ശത്രുക്കളുടെ അരികിലേക്ക്, അവർക്കിടയിലേക്ക് പോയി
എന്താണ് അവരെന്താണ് ഇപ്പോൾ അവരുടെ നിലപാട് എന്താണ് ചെയ്യുന്നത് എന്നറിഞ്ഞ് തിരിച്ചു വരാൻ ആരാണുള്ളത്? ഹുദൈഫ പറയുകയാണ് യശ്റുതു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു യർജഅ. നബി പറയുന്നുണ്ട് പോയാൽ തിരിച്ചു വരും. അതിൽ പോയ ആൾ തിരിച്ചു വരുമെന്ന സൂചനയുണ്ട്. അദ്ഖലഹു അല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആരുണ്ട് കൂട്ടത്തിൽ നിന്ന് ശത്രുക്കളുടെ അരികിലേക്ക് ചെന്ന് വിവരമറിഞ്ഞ് തിരിച്ചു വരാൻ അവന് സ്വർഗ്ഗമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാൻ ഫമാ ഖാമ റജുൽ, ഒരാൾ പോലും എഴുന്നേറ്റില്ല. എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ? കാരണം കാര്യം അത്രക്കും കഠിനമായ പ്രയാസത്തിലാണുള്ളത്. തണുപ്പാണ്, ഭയപ്പാടാണ്, അവർ പട്ടിണിയിലാണ്, വലിയ സൈന്യമാണ് അപ്പുറത്തുള്ളത്. ദിവസങ്ങൾ ഒരു മാസത്തോടടുത്ത് ഉപരോധം നേരിട്ടവരാണ് അവർ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയും ഒരാളും എഴുന്നേറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വീണ്ടും ദീർഘമായ ഒരു സമയം നിസ്കരിച്ചു. എന്നിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് വീണ്ടും ചോദിക്കാൻ മൻ റജുലുൻ യഖൂമു ഫയൻദുറ ലനാ മാ ഫഅലൽ ഖൗം സുമ്മ യർജിഅ, ആരുണ്ട് അങ്ങോട്ടേക്ക് പോയി വിവരമറിഞ്ഞ് തിരിച്ചു വരാൻ? ഹുദൈഫ പറയുന്നു അദ്ദേഹം തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബി പറയുകയാണ് ഈ തവണ അസ്അലുല്ലാഹ അൻ യകൂന റഫീഖി ഫിൽ ജന്ന, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു അവൻ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനായി ഉണ്ടാകാൻ. ഫമാ ഖാമ റജുലുൻ മിനൽ ഖൗമി മഅ ശിദ്ദത്തിൽ ഖൗഫി വശിദ്ദത്തിൽ ജൂഇ വശിദ്ദത്തിൽ ബർദ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഒരാളും എഴുന്നേറ്റില്ല. ഭയപ്പാട് കൊണ്ട്, തണുപ്പുകൊണ്ട്, പട്ടിണി കൊണ്ട്. ഫലമ്മ ലം യഖും അഹദ്, ഒരാളും എഴുന്നേൽക്കാതിരുന്നപ്പോൾ ദആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഫലം യകുൻ ലി ബുദ്ദും മിനൽ ഖിയാമ ഹീന ദആനി, നബി എന്നെ വിളിച്ച സന്ദർഭത്തിൽ എഴുന്നേറ്റ് പോവുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു, പോവുകയല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. എന്നോട് പറഞ്ഞു യാ ഹുദൈഫ വഹുദൈഫ ഫദ്ഹബ്, നീ പോവുക, ഫദ്ഖുൽ ഫിൽ ഖൗം, ആ കൂട്ടരുടെ ഉള്ളിൽ കടന്നു കയറുക, ഫൻദുർ മാ യഫഅലൂൻ, അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക, വലാ തുഹ്ദിസന്ന ശൈഅൻ ഹത്താ തഅതിയന, എന്നാൽ നീ ഒന്നും ചെയ്യരുത് നിന്നെ തിരിച്ചറിയുന്ന രൂപത്തിൽ അവരെ ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനം നീ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഹുദൈഫ പോവുകയാണ്. മറ്റു ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് മുതൽ തിരിച്ചു വരുന്നത് വരെ ഹുദൈഫക്ക് തണുപ്പ് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു തണുപ്പും ഹുദൈഫ അറിയുന്നില്ല. കടുത്ത തണുപ്പുള്ള കാലാവസ്ഥയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പന നിറവേറ്റി പോയി തിരിച്ചു വരുന്നത് വരെ ഹുദൈഫക്ക് തണുപ്പെന്നൊരു സംഗതി അറിയുന്നില്ല. നോക്കൂ നിങ്ങൾ, ഹുദൈഫ പറയുന്നു ഫദഹബ്തു ഫദഖൽതു ഫിൽ ഖൗം. അതിനിടയിൽ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. അവരെ പോലെ ലോകരിൽ അല്ലാഹുവിന്റെ നബിമാർ കഴിഞ്ഞാൽ ശ്രേഷ്ഠരില്ല. നേരത്തെ പറഞ്ഞയാളുടെ ചോദ്യം പോലെ അതുപോലുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിക്കൂടാ. അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ, നബിയുടെ ശബ്ദം കേൾക്കാൻ, എന്നിട്ട് നബിയിൽ വിശ്വസിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തവരാണവർ. അവർ നമ്മൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ പോലും അവരവരുടെ രണ്ട് കൈകളിൽ നിറച്ചു ചെലവഴിച്ച ഒരു ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ ബാർലിയുടെയോ അത്ര പോലും വരികയില്ല. ഉഹദ് മലയോളം സ്വർണം നമ്മൾ ചെലവഴിച്ചാൽ പോലും ഏറ്റവും ശ്രേഷ്ഠനാണ് അവർ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞതുപോലുള്ള മറുപടി മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു മറ്റൊരാളോട് പറഞ്ഞത് കാണാം. മിഖ്ദാദ് അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചു എന്നാണ്. ഒരാൾ പറഞ്ഞു, നിങ്ങൾ കണ്ടതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചതൊക്കെ ഞങ്ങളും അനുഭവിച്ചിരുന്നുവെങ്കിൽ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അള്ളാഹു നൽകിയ അവസ്ഥയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളു. മുസ്ലിമായി ജനിക്കാൻ, ഇസ്ലാമിലായി ജീവിക്കാൻ അള്ളാഹു നിനക്ക് തൗഫീഖ് തന്നു. ഞങ്ങൾ ജീവിച്ച സ്ഥിതി എന്താണ്? ഞങ്ങളിൽ ഒരാൾ കാണുകയാണ് തന്റെ സഹോദരനെ, തന്റെ ഉപ്പയെ ഉമ്മയെ നരകത്തിലേക്ക് നടന്ന് അടുക്കുന്നവരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും എന്നിട്ട് നബിയുടെ ശത്രുവായി ജീവിക്കുകയും ചെയ്തവർ അന്നുണ്ടായിരുന്നു. നബിയെ കണ്ടതുകൊണ്ട് അവനത് യാതൊരു പ്രയോജനവും ചെയ്തില്ല. അവൻ നരകത്തിൽ ചാടാനാണ് അത് കാരണമായത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞ ഒരാളോട് ചൂടാവുകയുണ്ടായി, ദേഷ്യപ്പെടുകയുണ്ടായി. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇതുപോലെ മറുപടി പറഞ്ഞു കൊടുക്കാൻ, അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കാൻ. സഹാബത്തിന്റെ ഈമാൻ എല്ലാവരുടെ ഈമാനേക്കാളും മുഴുവനാണ്.
പക്ഷെ അത്രയും കടുത്ത പ്രതിസന്ധിയുടെ സമയമാണത്. അത്രയും കടുത്ത പ്രതിസന്ധിയുടെ സമയമാണ്. മാത്രമല്ല സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ ശീലം എന്തല്ല, അഭിനയം അവരുടെ ശീലമല്ല. ഒരാൾ നിങ്ങളെക്കാലത്ത് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഞാൻ ചെയ്തതൊക്കെ പറയണോ എന്ന് പറഞ്ഞ് ചില ആളുകൾ സംസാരിക്കുന്നത് പോലെ അങ്ങനെയാണോ അവർ സംസാരിച്ചത്? അല്ല, ചില ആളുകൾ അങ്ങനെയാണല്ലോ. അവരുടെ പഴംപുരാണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, കാലത്ത് ആരുണ്ടായിരുന്നില്ല, ഞങ്ങൾ കുറച്ചുപേരായിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് അല്ലെങ്കിൽ ഉള്ളത് തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങനെ പറയുന്നവരായിരുന്നില്ല സഹാബിമാർ. ഉള്ളത് പറയുന്നവരായിരുന്നു. കാരണം അവർ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്തത്, അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി പ്രയത്നിച്ചവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ത് വിചാരിച്ചവന് പ്രശ്നമല്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ അതിനുവേണ്ടി ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ഒരു പണിയെടുക്കാതെ വിശ്രമിച്ചുകൊള്ളു. അവരെ കൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവുമില്ല. ഒരു ഉപദ്രവവും നിന്നെ ഏൽപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിച്ചതല്ല. അള്ളാഹുവിന് വേണ്ടിയാണോ ഒരുവൻ പണിയെടുക്കുന്നത്, ആളുകൾ അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കും. ജനങ്ങൾ അവൻ കണക്കാക്കുന്നില്ല. സഹാബത്ത് അങ്ങനെയായിരുന്നു. ഇല്ലാത്തത് കെട്ടിപ്പറയാൻ അതവരുടെ രീതിയായിരുന്നില്ല. അവരതിൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് പ്രയാസം തോന്നിയേക്കാവുന്ന ഒരു രംഗം പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന്. അവരുടെ ധീരതകളുടെ കഥകൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം, ഒരു കടുത്ത പ്രതിസന്ധിയുടെ രംഗം പറഞ്ഞു കൊടുക്കാൻ. എന്താണ് അതിന്റെ ബാക്കി? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദഹബ്തു ഫദഖൽതു ബിൽ ഖൗം, ഞാൻ പോയി എന്നിട്ട് അവർക്കിടയിൽ കടന്നു കയറി, ശത്രുക്കൾക്കിടയിൽ ഒറ്റക്ക്. എന്നിട്ടോ വറീഹു വജുനൂദുല്ലാഹി തഫ്അലു മാ തഫ്അൽ, കാറ്റും അല്ലാഹുവിന്റെ സൈന്യവും അതാ അവിടെ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറ്റും അല്ലാഹുവിന്റെ സൈന്യവും. എന്താണ്? ലാ തുഖറു ലഹും ഖിദ്റ, അവർ വെച്ച ഒരു പാത്രം പോലും അവിടെ നിൽക്കുന്നില്ല, ഒക്കെ മറിഞ്ഞു പോകും. വലാ നാറ, ഒരു തീ പോലും കത്തി നിൽക്കുന്നില്ല, തീ വെച്ച് അപ്പ കെട്ടുപോകും. വലാ ബിനാ, അവരുടെ ഒരു നിർമ്മിതിയും അഥവാ അവരുടെ കൂടാരങ്ങൾ, ടെന്റുകൾ, ഇതൊന്നും നിൽക്കുന്നില്ല. ഫഖാമ അബൂ സുഫിയാൻ ബിൻ ഹർബ്, ആ സമയത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബ് എഴുന്നേറ്റിരുന്നു, അവരുടെ മുഴുവൻ നേതാവ്. അദ്ദേഹം പറഞ്ഞു, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ. അദ്ദേഹം ഈ നിർണായക സമയത്ത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം സൈന്യത്തോട് പറയാൻ പോവുകയാണ്. നേതാവാണ് അബൂ സുഫിയാൻ. അതിനു മുന്നേ പറഞ്ഞു, ലിയൻദുറംറുഉൻ മൻ ജലീസു, നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, തന്റെ തൊട്ടടുത്തുള്ളത് ആരാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ശത്രുക്കളിൽ നിന്ന് ആരെങ്കിലും വല്ല ചാരന്മാരോ മറ്റോ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉടനെ എന്തു ചെയ്തു? തന്റെ തൊട്ടടുത്തുള്ള ആളുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മൻ അൻത, നീ ആരാണ്? ഉടനെ അയാൾ പറഞ്ഞു, ഫുലാൻ ബിൻ ഫുലാൻ, ഞാൻ ഇന്നാളുടെ മകൻ ഇന്നാളാണ്. പിന്നെ അയാൾ ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ല. നോക്കൂ, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിർണായക സമയത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധി നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ ഏറ്റവും ബുദ്ധി നൽകിയിട്ടുള്ളത് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനാണ്. അവരെ കഴിഞ്ഞിട്ടേ ഏത് ബുദ്ധിമാന്മാരും വരികയുള്ളൂ. ഏത് ബുദ്ധിമാന്മാരും, യാതൊരു സംശയവുമില്ല. അതിൽ എമ്പാടും തെളിവുകളുണ്ട്. ഈ സന്ദർഭം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഹദീഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആരാ? അയാൾ പറഞ്ഞു, ഞാൻ ഇന്നാളുടെ മകൻ ഇന്നാളാണ്. എന്നിട്ട് അബൂ സുഫിയാൻ പറയാൻ തുടങ്ങി, യാ മഅശറ ഖുറൈശ്, ഖുറൈശികളെ, ഇന്നക്കും വല്ലാഹി മാ അസ്ബഹ്തും ബിദാരി മുഖാം, ഇതാ നിങ്ങൾ ഈ വന്ന് നിൽക്കുന്ന സ്ഥലം അത് നിൽക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമല്ല. ലഖദ് ഹലകൽ ഖുറാ, ഖുറാ ഒന്നാകെ നശിച്ചു പോയിരിക്കുന്നു. ഖുറാ എന്നാൽ ഒട്ടകങ്ങളുടെ, അവരുടെ വാഹനങ്ങളുടെ കാലുകൾ, അതെല്ലാം മെലിഞ്ഞു പോയിരിക്കുന്നു. അതോടൊപ്പം അതിനൊന്നും നിൽക്കാൻ പറ്റാതായിരിക്കുന്നു. ബനൂ ഖുറൈദ നമ്മോടുള്ള കരാർ ലംഘിച്ചിരിക്കുന്നു. നമുക്കിഷ്ടമില്ലാത്ത വാർത്തയാണ്, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തയാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ ഈ കാറ്റ്, ഈ രൂപത്തിൽ കാറ്റുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു. വല്ലാഹി മാ തത്മഇന്നു ലനാ ഖിദ്ർ വലാ തഖൂമു ലനാ നാർ വലാ യസ്തംസികു ലനാ ബിനാ, ഒരു പാത്രം വെച്ചാൽ നിൽക്കുന്നില്ല, ഒരു തീ കത്തിക്കാൻ സാധിക്കുന്നില്ല, ടെന്റുകൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഫർതഹിലൂ, തിരിച്ച് പുറപ്പെട്ടുകൊള്ളുക. ഫഇന്നി മുർതഹിൽ, ഞാൻ തിരിച്ചു പുറപ്പെടുക, തിരിച്ചു പോവുക. ഈ വിരോധവും യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കുകയാണ്. ثم قام الى جمله وهو معقول,
കെട്ടിയിട്ട തന്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് അബൂ സുഫിയാൻ ചെല്ലുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാധാരണ ഒട്ടകത്തിന്റെ പുറത്ത് എങ്ങനെയാണ് കയറുക? കെട്ടഴിച്ചിട്ട് കയറും. പക്ഷേ അബൂ സുഫിയാൻ എന്ത് ചെയ്യാൻ? കെട്ടടിക്കാതെ ഒട്ടകപ്പുറത്ത് കയറുകയാണ്. ഒട്ടകപ്പുറത്ത് കയറി അതിനു മുകളിൽ ഇരുന്നു. സുമ്മ ضربه, എന്നിട്ട് അതിനെ അടിച്ചു. فوثب على ثلاث, അത് 3 കാലിൽ ഇരുന്നു. فما أطلق عقاله إلا وهو قائم, എന്നിട്ടാണ് അതിന്മേൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കയറ് അഴിച്ചു മാറ്റുന്നത്. അല്ലാതെ കയറാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് പറയുകയാണ്, വലൗലാ അഹ്ദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അബൂ സുഫിയാൻ ആ സമയത്ത് ഞാൻ അമ്പ് ചെയ്ത് കൊല്ലുമായിരുന്നു. കാരണം എനിക്ക് തൊട്ടടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില റിവായത്തുകളിൽ കാണാം ഞാൻ അമ്പെടുത്ത് വില്ലിൽ വെച്ചു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഹ്ദിസ് ഷൈഅൻ, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞത് ഓർമ്മ വന്നത്. ഞാൻ മടക്കി വെച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായി തീരാനും വിധിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു അർദാഹ്. ഹദീഫ് വളരെ എനിക്കപ്പോൾ വളരെ ഒത്തു കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ സൈന്യത്തിന്റെ മുഴുവൻ നേതാവാണത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കോർത്ത് ഞാനൊന്നും ചെയ്തില്ല. ഞാൻ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ടെന്റിനകത്ത് നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് അഭയം തേടുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യും. ഹുദൈഫയെ കണ്ടപ്പോൾ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫയെ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റി. എന്നിട്ട് അവിടുന്ന് പുതച്ചിരുന്ന തുണിയുടെ ഒരു ഭാഗം നിസ്കാരത്തിൽ തന്നെ ഹുദൈഫയുടെ ദേഹത്തിട്ട് കൊടുത്തു. എന്നാൽ ഇത്രയും തണുപ്പുള്ള സമയമാണ്. നിസ്കാരത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹുദൈഫ വിവരം പറഞ്ഞു കൊടുത്തു. ആ വൻ സൈന്യം തിരിച്ചുപോയപ്പോൾ, അവർ ഉദ്ദേശിച്ച ലക്ഷ്യം നേടാതെ പരാജിതരായി പാപഭാരവുമായി തിരിച്ചുപോയപ്പോൾ ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആന നഗ്സൂഹും വലാ യഗ്സൂനനാ നഹ്നു നസീറു ഇലൈഹിം. ഇനി അവരിങ്ങോട്ട് യുദ്ധത്തിന് വരികയും ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലും, ഇനി നമ്മൾ അങ്ങോട്ടാണ് ചെല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവർ കൊണ്ടുവരാൻ സാധിക്കുന്ന എല്ലാ സൈന്യവുമായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഇനിയൊരു കൂട്ടർ കൂട്ടി വരാനില്ല, ഇനി ഒരു ശക്തി അവർക്ക് സംഭരിക്കാനില്ല, ഇനി അങ്ങോട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനുള്ള ഒരു തെളിവ്, ഒരു മുഅ്ജിസത്ത് ഈ സംഭവത്തിലുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത്. പിന്നീട് അവർ വലിയൊരു സൈന്യവുമായി മദീനയിലേക്ക് വന്നിട്ടില്ല. പിന്നീട് ഉംറയ്ക്ക് വേണ്ടിയുള്ള നബിയുടെ യാത്രയും അതിനെ തുടർന്ന് ഹുദൈബിയ സന്ധിയും അതിനുശേഷം അവർ കരാർ ലംഘിച്ചത് കാരണത്താൽ മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സൈന്യവുമായി ചെല്ലുകയും മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്ക് കീഴിലാവുകയും ഒക്കെ ചെയ്ത സംഭവമാണ് പിന്നീട് ഇതിനുശേഷം നടന്നിട്ടുള്ളത്. മറ്റുള്ള ചെറിയ ചെറിയ സൈനിക നീക്കങ്ങൾ നടന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇതുപോലൊരു വരവ് അവർ മദീനയെ ലക്ഷ്യമാക്കി പിന്നീട് വന്നിട്ടില്ല. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും സഹായിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.